മണിക്കൂർ ലെന്ത് കൂടുതലാണ്, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. വേറെ ബോറായിട്ടൊന്നും. 3 മണിക്കൂർ പോകും. നല്ല സ്റ്റോറി ഉണ്ട്, നല്ല സിനിമ. നല്ല സ്റ്റോറി, ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ലത്, നല്ല ആവറേജ്. ലെങ്തിയാണ്, പക്ഷെ ധനുഷിൻ്റെ പെർഫോമൻസ് ഒക്കെ സെറ്റാണ്. എടുത്തു പറയാനായിട്ട് ഇപ്പം സോഷ്യൽ മെസ്സേജ് ഉണ്ട്. നല്ല പ്രതീക്ഷയുടെ കൂടിയാണ് ഞാൻ പോയത്. ആ ഒരു പ്രതീക്ഷ എനിക്കിപ്പം ഏകദേശം തകർന്നു പോയി. പിന്നെ ധനുഷ് പിച്ചക്കാരനായിട്ടൊക്കെ അഭിനയിച്ച് പിന്നെ അതിനൊരു കഴിവ് കാണിച്ചിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ള നടനാണ് ധനുഷ് എന്ന് പറയുന്നത്. ഞാൻ ധനുഷിൻ്റെ ഒരു ആരാധകനും ധനുഷിൻ്റെ പടം കാണാമെന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുഷിൻ്റെ ആക്ടിങ് കണ്ട് പഠിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. നാളെ നമുക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാ നടന്മാരും ആക്ടിങ് കണ്ട് പഠിക്കും. മോഹൻലാൽ, മമ്മൂട്ടി, അതുപോലെ ജോർജ് അങ്ങനെയൊക്കെ വന്നു. പക്ഷേ ഇത് അത്ര എനിക്ക് എന്താ പറയുക, അത്ര വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വാച്ചാണ് പടം. ഒരു മെസ്സേജ് പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവമാണ്. ഭിക്ഷക്കാരായാലും അവർക്കൊരു ലൈഫുണ്ട്. പൈസക്കാർക്ക് മാത്രമുള്ള സ്ഥിരം മെസ്സേജ് തന്നെ. വേറെ പ്രത്യേക മാസ് അങ്ങനെയൊന്നുമില്ല. വൺ ടൈം വാച്ച് കൊള്ളാം.